ഹലോ ഗൈസ്, വാട്ട്സ് വെൽക്കം ടു another വീഡിയോ ബൈ പൈസയെ. ഈ വീഡിയോ കുറച്ച് ലോങ് ആവും, കാരണം നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് ഇറ്റ്സ് 8 minutes and 45 seconds. ഇറ്റ്സ് ഫ്രം പയ്യൻ സബർ അല്ല അല്ല അല്ല. നമുക്ക് കേട്ടിട്ട് പറയാം. ഫുള്ളായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ലെറ്റ്സ് ഗോ. കാര്യമായി ഒരു കാര്യം പറയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ. കാര്യമായി ഒരു കാര്യം പറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ. കാര്യമായി ഒരു കാര്യം പറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ. കാര്യമായ ഒരു കാര്യം പറയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ, മനസ്സിന്റെ ഉള്ളിൽ നീറിക്കരയാ. ഞാനൊരു അഴുക്ക ചെറുക്കനല്ല, എന്റെ മനസ്സിൽ അഴുക്കുന്നില്ല, ഒരു വഴക്കിനും ഇനിയില്ല, ഒരു വഴക്കാളിയൊന്നുമല്ല. പക്ഷെ നിന്നെ മറക്കുകയില്ല, നിന്നെ മറക്കാനാവുകയില്ല, നിന്നെ വെറുക്കാനാവുകയില്ല. എന്നോട് പൊറുക്കണേ, എന്നോട് പൊറുക്കണേ, വേദനിപ്പിച്ചിന്റെ പൊറുക്കണേ. ഉമ്മാതി പൊറുക്കണേ, വേദനിപ്പിച്ചിന്റെ പൊറുക്കണേ. ഞാനിന്ന് മരിക്കണേ, മറക്കണമെങ്കിൽ മരിക്കണേ. ഞാനിന്ന് മരിക്കണേ, മറക്കണമെങ്കിൽ മരിക്കണേ. ഞാൻ കാര്യമായി ഒരു കാര്യം പറയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ. ഞാൻ കാര്യമായി ഒരു കാര്യം പറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ. കാര്യമായി ഒരു കാര്യം പറയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ, മനസ്സിന്റെ ഉള്ളിൽ നീറിക്കരയാ. ഞാൻ കാര്യമായി ഒരു കാര്യം പറയാ, മനസ്സിന്റെ ഉള്ളിൽ നീറിക്കരയാ, മനുഷ്യന്മാർ. That flute and his delivery is so haunting. അയാളുടെ സങ്കടം അങ്ങോട്ട് ഇങ്ങനെ കണക്റ്റ് ആവുന്നത്. മരിക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സൗണ്ട് ഇടറിയതും എല്ലതും കൂടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അയ്യോ സോറി, ഞാൻ ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്തിന് ഗൈസ്. ബാക്കിയേക്കാം. കാര്യമായി ഒരു കാര്യം പറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ, മനുഷ്യന്മാർ. എന്റെ ചോര കൊടുത്തി പാട്ടിന്, എന്റെ കൂര കൊടുത്തി പാട്ടിന്, ഊരയൊടിഞ്ഞ പോക്കില്, എന്റെ ചൂര് മറന്ന പോക്കിലെന്നൊരു പ്രേമത്തിലായടോ. അത് വേണം എനിക്കടോ, പക്ഷെ പാട്ടുകാരനെ ഇന്ന് നാട്ടിലെ എന്തു വിലയടോ. എന്നൊന്ന് അറിയാൻ ശ്രമിക്ക്, എന്നൊന്ന് മനസ്സിലാക്ക്, സെക്കൻഡ് കണ്ണില് നോക്ക്, കണ്ണീര് പറ്റിയതോർക്ക്, കണ്ണീര് പറ്റിയതാർക്ക്. സെക്കൻഡ് കണ്ണില് നോക്ക്, കണ്ണീര് പറ്റിയതാർക്ക്, സെക്കൻഡ് കണ്ണില് നോക്ക്. എന്റെ കണ്ണീരിനാഴം അളന്നാൽ ആഴക്കടലും തോൽക്കും, എന്റെ ഉള്ളിലെ കനലും അളന്നാൽ ഈ വെണ്ണീരും തോൽക്കും. എന്റെ കണ്ണീരിനാഴം അളന്നാൽ ആഴക്കടലും തോൽക്കും, എന്റെ ഉള്ളിലെ കനലും അളന്നാൽ. എൻ്റെയൊക്കെ കണ്ണീരിനായം അളന്നാൽ ആയ കടലും തോൽക്കും. അത്രത്തോളം ഉണ്ട് എൻ്റെ സങ്കടം, മൈ സാഡ്നെസ്. എൻ്റെയൊക്കെ ഉള്ളിലെ കനൽ വളർന്നാൽ ഇവൻ നീറും തോൽക്കും. കാര്യമായി ഒരു കാര്യം പറയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ. കാര്യമായി ഒരു കാര്യം പറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ. കാര്യമായി ഒരു കാര്യം പറയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ. കാര്യമായി ഒരു കാര്യം പറയാ, മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ, മനുഷ്യന്മാരൊക്കെ മാറി മറയാ. ഇത് കാര്യമായ ഒരു
കാര്യമാ എന്റെ ജീവിതം തന്നെ ഒരു പാഠമാ കൂട്ടുകാർക്കെല്ലാം കാര്യമാ പക്ഷെ നാട്ടില് ഞാനൊരു ഭാരമാ എന്റെ പെണ്ണിന്റെ വീട്ടിലും ഭാരമാ ഓളെ വഴി തെറ്റിപ്പിച്ച പ്രാന്തന ശരിക്കും ഞാനൊരു പാവമാ പക്ഷെ ശരിക്കും ഞാനൊരു പാവമാ ഈ ഒരു ഭാരതിലേ അത് ഈ ഒരു ഭാരതിലേ അത് ഞാനൊരു താരമല്ലേ അത് ഞാനൊരു കാര്യമല്ലേ ഇനി പറ്റിപ്പോയി പല തെറ്റി സത്യസന്ധത കൂടിയത് തെറ്റി എന്നെ ഇവരൊക്കെ ചേർന്ന് പറ്റി എനിക്ക് പറ്റിയ പറ്റല്ലേ പറ്റി കാര്യമായി ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ കാര്യമായി ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ ഞാനെടുത്ത പണിയെന്നറിയാ ഇവരോടൊക്കെ ഞാൻ പറയാ കുടുംബം വിട്ടുള്ള കളിയാനിയാ ഈ കളി തീക്കളി അറിയാ ഞാനെടുത്ത പണിയാ എനിക്കതെടുത്ത് പറയാ ഇവർക്ക് എന്താ തിരിയാ ഇവർക്ക് എന്താ അറിയാ ഞാൻ എടുത്ത പണിയാ എനിക്കതെടുത്തു പറയാ ഇവർക്ക് എന്താ തിരിയാ ഇവർക്ക് എന്താ അറിയാ പുറത്ത് കണ്ണിൽ കാണുമ്പോ ഞാനൊക്കെ എന്തൊക്കെ അടിച്ചു വരവാ വേണമെങ്കിൽ എന്റെ ചൊര പരിശോധിച്ച് ഒന്നൊന്നും കിട്ടൂല ശരിയാ ഇത് പടച്ചോൻ തന്നൊരു വരമാ ഈ പണി എനിക്കൊരു ഹരമാ ഈ നാട്ടിലെ മനുഷ്യർ പല തരമാ എന്തൊക്കെ തരമാ ഓക്കെ അബൌട്ട് ദിസ് തിങ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ കുറേ ആർട്ടിസ്റ്റ് നമ്മൾ ലൈവിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പുതിയ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാനോ എന്തിനൊക്കെ ആയിട്ട് വരുമോ, നിങ്ങൾക്ക് പുതിയ പാട്ട് കേൾപ്പിച്ചു തരാനും അതിൻ്റെ ഒരു സ്നിപ്പറ്റ് കേൾപ്പിക്കാനും അതിൻ്റെ ഒരു സ്നീക്ക് പീക്ക് എടുക്കാനും ഒക്കത്തിനായിട്ട് വരുമോ. നിങ്ങളുടെ കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളെയും ആ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാക്കി ആ ഒരു എക്സ്ക്ലൂസീവ് മൊമെൻറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവിലൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് എന്താ ബ്രോ കണ്ണ് ചുവന്നിരിക്കുന്നേ, കണ്ണട മാറ്റിയാൽ എന്താ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണോ, എന്താ ബ്രോ കണ്ണിൻ്റെ അടിയിലൊരു ഇതൊക്കെ, കണ്ണെന്താ അങ്ങനെ, കണ്ണെന്താ ഇങ്ങനെ, എടാ ഉറങ്ങി എണീച്ചോ ഇല്ലെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് നേരിട്ട് അങ്ങ് അഞ്ചാവാ സ്റ്റഫുണ്ടോ സാധനം ഉണ്ടോ മറ്റേ ഉണ്ടോ. വ്യത്യസ്തന്മാരാവാനാണ് നിങ്ങൾ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ വൻ മൂഞ്ചലാണത്. ഈ പിന്നെ വേറെ കുറച്ചുണ്ടോ ഈ ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട വെക്കാൻ വേണ്ടി വരുന്നുണ്ട് ഈ ലൈവിലൊക്കെ വന്നിട്ട്. മോനെ ഗ്രോ അപ്പ് ബ്രോ, ഗ്രോ അപ്പ്. നീ അത് ഇട്ട് പോയതുകൊണ്ട് നീ ഒന്നും ആവുന്നില്ല. നീ നിൻ്റെ സമയം ചിലവഴിക്കുകയാണ്, ബാക്കിയുള്ളവരുടേക്ക് വെറുതെ റേജ് ബെയ്റ്റ് കൊടുക്കുകയാണ്. വെറുതെ അതിനൊന്നും നിൽക്കല്ലേ, നന്നാവ്. അതായത് നല്ല ആർട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്ക്, നല്ല ആർട്ടിനെ സ്വീകരിക്കാൻ നോക്ക്, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ ചോദിക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഒരാൾ നടക്കുമ്പോഴത്തേനും അവൻ കഞ്ചാവാണ് 4 നല്ല വരി എഴുതിയാൽ അവനക്ക് സാധനം അടിക്കണം എന്നില്ല 4 നല്ല വരി എഴുതാൻ. യു ഫീൽ മീ? മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ വരി കേട്ടപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി, പറഞ്ഞു, അത്ര തന്നെ. നന്നായാൽ എല്ലാവർക്കും നന്ന്. എന്താ മറ്റേ ഇതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നന്നാ മതി. ശരിയാ ഇത് പടച്ചോൻ തന്നൊരു വരമാ ഈ പണി എനിക്കൊരു ഹരമാ ഈ നാട്ടിലെ മനുഷ്യർ പല തരമാ എന്തൊക്കെ തരമാ. കാര്യമായി ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ. കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ. കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ. കാര്യമായി ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കറിയാ. ഞാനിന്ന് നേരിക്കറിയാ എന്റെയൊക്കെ വേദന ആർക്കറിയാ. പടച്ചോനാണ് ഞാൻ നേരും നേറിയ മനസ്സിന്റെ ഉള്ളിൽ നേരും ശരിയാ. സംഗതി ശരിയാ നല്ല പാട്ടുകാരനല്ലേ അറിയാ പക്ഷെ കുടുംബത്ത് വില പറയാ നല്ല വിദ്യാഭ്യാസം വേണ്ടയാനിയാ.
ഞാനൊക്കെ കരഞ്ഞു കരഞ്ഞു പറഞ്ഞു എങ്കിലും ആരൊക്കെ അറിയാൻ വഴിയിൽ തിരഞ്ഞു തിരഞ്ഞു തിരിഞ്ഞു പടച്ചോനല്ല ഞാൻ അറിയാൻ ഞാനൊക്കെ കരഞ്ഞു കരഞ്ഞു പറഞ്ഞു എങ്കിലും ആരൊക്കെ അറിയാൻ പടച്ചോനുണ്ടെങ്കിൽ ചെക്കൻ്റെ ഉള്ളിക്ക് നോക്കണ്ടേ ഉള്ളമൊന്നറിയാൻ കാര്യമായി ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിനുള്ളിൽ നേരിക്കരയാ എൻ്റെ പയ്യ കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിനുള്ളിൽ നേരിക്കരയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ ഞാൻ കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിനുള്ളിൽ നേരിക്കരയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ കാര്യമായ ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ ഇതൊക്കെ പറഞ്ഞ് എന്റെയൊക്കെ ഉള്ളിലെ സങ്കടം നിങ്ങളും അറിയണേ ഇതൊക്കെ പറയാൻ കാരണം എൻ്റെ ഉള്ളിൽ പൊട്ടിയ കാരണം അറിയണേ ഞാനിന്ന് എടുത്ത പണിക്ക് കുടുംബം കഴിഞ്ഞ കഥയും അറിയണേ എന്നാലും ചിലരെ കണ്ണില് ഞാനിന്ന് പണിയെടുക്കാത്ത മുതലാണേ എനിക്ക് പക്വതയില്ല ഓരോട് പോകാൻ പറയും ഈ ഫ്രസ്ട്രേഷൻ ചിലവരുടെ കണ്ണിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന കുറേ മൊയന്ത ആളുകളുണ്ട്. ഗൈസ്, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ യു കീപ് ഡൂയിങ് ദാറ്റ് തിങ്. ബാക്കിയുള്ളവർ ഇങ്ങനെ വെറുതെ അതും ഇതും ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം നിൽക്കും. വെറുതെ ഉപദേശം തരാന്നല്ലാണ്ട് ഒരു ഉപകാരം പോലും അവരടുത്തുണ്ടാവില്ല. ഒരൊറ്റ പൈസക്ക് ഒരു പൈസ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഒരു പൈസൻ്റെ പകുതി എത്ര? എന്തായാലും ഒരു ഉപകാരം ഇല്ലാത്ത കുറേ മൊണ്ണകളുണ്ടാവും. അതിനിപ്പോൾ കുടുംബത്തിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും എവിടെ ആയാലും ഈ സ്വഭാവമുള്ളവരുണ്ടാവും. അവരിങ്ങനെ ഉപദേശിക്കാൻ വരും, അത് വരും, ഇത് വരും. അനക്ക് ഇങ്ങനെ ചെയ്തൂടെ, അനക്ക് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ. ഒരു കാര്യമില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ വാട്ട് യു ഡു, കീപ് ഡൂയിങ് ദാറ്റ് തിങ്. കുടുംബത്തിക്കും കൊടുക്കുന്നുണ്ട്, അവൻ്റെ വീട്ടിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ എളാപ്പാൻ്റെയും അമ്മാവൻ്റെയും മൂത്താപ്പാൻ്റെയും ഒക്കെ വരെ പാട്ടുണ്ടാക്കിയിട്ട് എന്തിട്ടാനാ? ഇതൊക്കെ പാട്ട് അറാമല്ലേ മൾട്ടിയെ? പാട്ടൊക്കെ എങ്ങനെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പാട്ട് നമ്മളെ കൗമിന് പറ്റിയതാണോ അത്? എടുത്ത പണിക്ക് കുടുംബം കഴിഞ്ഞ കഥയും അറിയണേ എന്നാലും ചിലരെ കണ്ണില് ഞാനിന്ന് പണിയെടുക്കാത്ത മുതലാണേ എനിക്ക് പക്വതയില്ല നിങ്ങൾ പറഞ്ഞതല്ലേ പക്ഷെ എൻ്റെ കാലിൽ നിങ്ങളും ആരാരും തികയത്തില്ലേ വയസ്സ് 20 ഉപ്പനെ കൊണ്ടുവന്നില്ലേ അന്യ നാട്ടിന്ന് എൻ്റെ പൊന്നരൻ്റെ ഉപ്പനെ കൊണ്ടുവന്നില്ലേ അതൊക്കെ നടത്തിയില്ലേ ചെറിയ പ്രായത്തിലല്ലേ ചെറിയ മകനുമല്ലേ വിലയിരുത്തുവാനിരിക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞോ എൻ്റെ കഥയും പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ എന്നെ പറ്റിന്ന് പലത് കുറ്റവും പറഞ്ഞു നിങ്ങളും പറഞ്ഞോ എന്നെ പറ്റിന്ന് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ എന്നെ പറ്റിന്ന് പലത് കുറ്റവും പറഞ്ഞു കാര്യമായി ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ കാര്യമായി ഒരു കാര്യം പറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ കാര്യമായി ഒരു കാര്യം പറയാ മനുഷ്യന്മാരൊക്കെ മാറി മറയാ മനസ്സിന്റെ ഉള്ളിൽ നേരിക്കരയാ എൻ്റെ മോനെ, ഞാനിത് ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ കേൾക്കുന്നത്. ഞാനത് കുറച്ച് കേട്ടുകൊണ്ട് പിന്നെ കംപ്ലീറ്റ് ഫുൾ റിയാക്ഷൻ നിങ്ങളപ്പം ചെയ്യണം എന്നുള്ള ഇരുന്ന് പോയി. ഇത്ര വൈകിപ്പോയി. ഐ തിങ്ക് എത്ര വൈകി? ഞാൻ 6 മാസം വൈകിപ്പോയി. കുറച്ച് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടതായിരുന്നു. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളത്, നമ്മളെ നാട്ടിൽ നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളത് വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പെരേന്നും കുടുംബക്കാരുടെ അടുത്തൊന്നും കേൾക്കണതോ ബാക്കിയുള്ള നാട്ടുകാർ വന്നിട്ട് നമ്മൾ കഞ്ചാവാണ് ചുഞ്ചാവാണെന്ന് പറയണതോ അതിൻ്റെ സ്ട്രഗിളൊക്കെ വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാതും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ കഞ്ചാവാണെന്ന് പറഞ്ഞ് നടക്കണതും, അതേപോലെ ഓന് കുടുംബത്തേക്ക് എന്താ കൊടുന്നതെന്ന് പറയണതും, ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് ചോദിക്കണതും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്ന് പോയി കേൾക്കുക.
നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാക്കാവും ഇത്. ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ദാറ്റ് മോട്ടിവേഷൻ. അത്രയൊക്കെ പറഞ്ഞാലും ഇത്ര ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പാൻ അന്യനാട്ടിൽ നിന്ന് ഞാൻ കൊടുങ്ങില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ, ഐ എം ഡൂയിങ് മൈ തിങ്സ്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ചൊറി? കൂടുതൽ ഞാൻ സംസാരിച്ചിട്ട് നേരം കളയുന്നില്ല. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ട്രാക്കിൻ്റെ പേര് സബർ അല്ല 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 ഫ്രം ലിൽ പയ്യൻ. ഇത്രയുള്ളൂ പറയാൻ. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ ഓൺ ദിസ് വീഡിയോ. ഇതുപോലത്തെ കൂടുതൽ മലയാള ഹിപ്പ് ഹോപ്പ് റിലേറ്റഡ് വീഡിയോസ് ആൻഡ് റിയാക്ഷൻസിനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഫോർ ദ കൾച്ചർ. പീസ്.